മഞ്ചേശ്വരത്തെ കള്ളവോട്ടിന് സാധ്യതയുണ്ടെന്ന് ആരോപിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് BJPയുടെ പരാതി. നാട്ടിലെത്താത്ത പ്രവാസികളുടെ വോട്ടുകൾ മംഗൾപാടി, കുമ്പള, മഞ്ചേശ്വരം പഞ്ചായത്തുകളിൽ രേഖപ്പെടുത്താൻ മുസ്ലിം ലീഗ് തയ്യാറെടുക്കുന്നെന്ന് പരാതി വന്നിട്ടുണ്ട്. ലീഗിന് സ്വാധീനമുള്ള ബൂത്തുകളിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്നാണ് NDA കൺവീനർ വിജയകുമാർ റേ 24നോട് പറഞ്ഞത്. കള്ളവോട്ടുള്ള ശ്രമം തടയുമെന്ന് മംഗലാപുരം MLA Y ഭരത് ഷെട്ടിയും പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ പ്രതികരണങ്ങളൊന്ന് കാണാം. നിലവിലുള്ള സ്ഥിതിയിൽ ഗൾഫിൽ നിന്ന് ഏകദേശം 7 മുതൽ 8000 വരെ വോട്ടർമാർ പുറത്ത് തന്നെ ഉണ്ട്. അവർക്ക് ഏത് കാരണവശാലും എന്ത് ചെയ്താലും ഇങ്ങോട്ട് വരാൻ പറ്റാത്ത സ്ഥിതിയാണ്. പക്ഷേ ഇന്ന് 2 ദിവസമായിട്ട് ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് ചെയ്യുന്നുള്ളത് പുറത്തുള്ള വോട്ട് വരാത്തത് കൊണ്ട് ഭൂരിപക്ഷം മുസ്ലിം ലീഗുള്ള മേഖലയിൽ തന്നെ കള്ള വോട്ട് ഇട്ടുകൊണ്ട് എങ്ങനായാലും ഏതായാലും തരത്തിൽ UDF ജയിക്കണം എന്ന് പറയുന്ന താല്പര്യത്തോടാണ് ഇവർ പോകുന്നുള്ളത്. നമ്മളിൽ കൃത്യമായിട്ടുള്ളൊരു എവിഡൻസ് വന്നിട്ടുണ്ട്. ഏതൊക്കെ ബൂത്തിൽ കള്ള വോട്ട് നടത്തും, എങ്ങനെയാണ് ഇവർ പ്രചരണം നടത്തുന്നത്, മുഴുവൻ ഡോക്യുമെൻറ്റ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി വന്നിട്ടുണ്ട്. മഞ്ചേശ്വരം, അതുപോലെ തന്നെ മംഗൽപാടി പഞ്ചായത്ത്, കുമ്പള പഞ്ചായത്ത്, ഈ 3 പഞ്ചായത്ത് ലീഗ് ബെൽറ്റ് തന്നെയാണ്. ഇവിടെ കൃത്യമായിട്ട് എല്ലാ ബൂത്തിലും, കോസ്റ്റൽ ബെൽറ്റിലും മുഴുവൻ ബൂത്തിലും എല്ലാ സമയവും അവർ ജയിക്കുന്നത് തന്നെ കള്ള വോട്ടിൻ്റെ ഇതിൽ മാത്രമാണ്. ഈ തവണ 8000 വോട്ടാണ് അവർ പോൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. This time we have taken a decision that we are not going to keep quiet. We are going to challenge any vote where we have a doubt. If we have the smallest of the doubt, we are going to challenge it. And according to the new BNS section, the punishment is severe for impersonation of a person and putting a false vote or duplicate vote. The BNS gives lot of punishment for people who are indulging in that crime. And legally we are going to challenge this, we are going to fight this out, because this duplicate voting system which is present here, which they have won last 2 times also by putting duplicate votes, we have to stop this time. There should not be any duplicate vote or impersonation of a person who is not present in the constituency. കാസർഗോഡ് നിന്ന് അരുൺ പാറക്കൽ വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് അരുൺ പാറക്കൽ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ് പറയും? വെരി ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ മഞ്ചേശ്വരത്തെ കള്ളവോട്ട് ആരോപണങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ BJP ആണ് ഈ കള്ളവോട്ട് ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മഞ്ചേശ്വരത്തെ മംഗൾപാടി, കുമ്പള, മഞ്ചേശ്വരം തുടങ്ങിയ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള പഞ്ചായത്തുകളാണ്. മുസ്ലിം ലീഗിന്റെ വലിയ ആധിപത്യമുള്ള മേഖലയാണ്. ഈ പ്രദേശങ്ങളിൽ കള്ളവോട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. അതിനവർ പറയുന്ന കാരണം 10,000-ഓളം പ്രവാസി വോട്ടുകൾ, അത് നിർണായകമായ ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. ആ മഞ്ചേശ്വരത്തെ 10,000-ഓളം പ്രവാസി വോട്ടുകൾ അത് കള്ളവോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് BJP ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം. ഈ ആരോപണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിരിക്കുന്നത്. ഈ പ്രദേശങ്ങളിൽ, അതായത് ഈ പ്രവാസി വോട്ടുകളൊക്കെ തന്നെ ഈ BLOമാരെ ഉപയോഗിച്ച് മുസ്ലിം ലീഗ് മേഖലകളിൽ, മുസ്ലിം ലീഗിൻ്റെ സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ അവർക്ക് ആനുകൂല്യമുള്ള BLOമാരെ ഉപയോഗിച്ച് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ ഈ പരാതിയിൽ പറയുന്നത്. NDA കൺവീനർ വിജയകുമാർ റായാണ് ഈ പരാതി നൽകിയിരിക്കുന്നതെന്നും പറയുന്നുണ്ട്. ഒപ്പം മംഗലാപുരത്തെ MLA Y ഭരത് ഷെട്ടിയാണ് ഈ മണ്ഡലത്തിൻ്റെ NDAയുടെ ചാർജായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹവും ഇക്കാര്യം വ്യക്തമായി തന്നെ സൂചിപ്പിക്കുന്നു. ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ പ്രവാസി വോട്ടർമാർ, 30,000 പ്രവാസി വോട്ടർമാർ മഞ്ചേശ്വരം മണ്ഡലത്തിലുണ്ട് എന്നാണ് പ്രാഥമികമായ കണക്ക്. ഈ പ്രവാസി വോട്ടർമാരുടെ മുഴുവൻ പേര് വിവരങ്ങളും BJP ശേഖരിച്ചിട്ടുണ്ട്. ഇതിൽ 8000-ഓളം പ്രവാസി വോട്ടർമാർ ഇപ്പോഴും സ്ഥലത്തില്ലാത്ത ആളുകളാണ്. അവർ ഒരുപക്ഷെ നാളെ വോട്ട് ചെയ്തതായി അവരുടെ രേഖ കാണുകയാണെങ്കിൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് കൂടി BJP മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. എന്തായാലും വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയിൽ തൃക്കരിപ്പൂർ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. പക്ഷേ ഒരുപക്ഷെ നാളെ ഇത് മഞ്ചേശ്വരം മണ്ഡലത്തിലേക്ക് മാറുമോ എന്ന് വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. BJPക്കും അതുപോലെ തന്നെ മുസ്ലിം ലീഗിനും വലിയ സ്വാധീനമുള്ള പ്രദേശമാണ് ഈ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അവിടെ നിസാരമായ വോട്ടുകൾക്കാണ് NDAയും അതുപോലെ തന്നെ മറ്റു പാർട്ടികളുമൊക്കെ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുള്ളത്. വലിയ പ്രശ്നങ്ങൾ ഒരുപക്ഷെ ഈ മഞ്ചേശ്വരത്തെ പല മേഖലകളിലും നാളെ ഉണ്ടാകുമെന്നാണ് കണക്കാക്കുന്നത്. വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ഇതിനോടകം തന്നെ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഈ കള്ളവോട്ട് ആരോപണം ഉയർന്നു വരുന്നു എന്നുള്ളതാണ് SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.